Hello friends. Hello. അംസോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സെബൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നമ്മൾ സെബൻ ഹോസ്പിറ്റലിലെ രണ്ടാമത്തെ സെക്ഷന്റെ Q&A ഡേറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ സാറിന്റെ അടുത്തേക്ക് പോകുന്നത്. ജസ്റ്റ് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നല്ല തിരക്കാൻ തോന്നുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ സാർ അതിൻ്റെ ഇടയിലാണ് നമുക്കൊരു ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പോയിട്ട് നിങ്ങളെല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടും. അതെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ വായു. അപ്പോൾ നമ്മളിതാ വീണ്ടും സാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മുന്നിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടിയവര് ഒരുപാട് സന്തോഷമായിരുന്നു സാർ. എല്ലാവരും നല്ല ഒരുപാട് താങ്ക്സ്. സാറിൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനിയും പെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ട് ഒരുപാട്. അപ്പോൾ നമുക്കിപ്പോൾ വീണ്ടും സാറ് ഡേറ്റ് തന്നു, സാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. സാർ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷിബി മനാഫിൻ്റെയാണ്. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 12 വർഷമായി. എൻ്റെ ഭർത്താവിന് കൗണ്ട് തീരെ ഇല്ല. കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. അങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെഫ്ന ടെസ്റ്റ് കൂടി ചെയ്തതാണ്. അപ്പൊ അതിലും ചാൻസ് ഇല്ല. അപ്പോ ഇനി എന്തെങ്കിലും നമ്മുടെ ഇവിടെ വന്നാൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവോ? നമുക്ക് തീർച്ചയായിട്ടും ശ്രമിക്കാൻ പറ്റും. തീർത്തും ഉറപ്പിച്ചൊരു കാര്യം ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടെഫ്ന ടെസ്റ്റ് നെഗറ്റീവ് ആയാലും നമുക്ക് ബാക്കി ടെസ്റ്റുകൾ നോക്കിയിട്ട് മെഡിക്കേഷൻസ് കൊടുത്ത് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ടെസ്റ്റസിന്റെ വലിപ്പം ഉണ്ടാക്കി ടെസ്റ്റ് കുത്തിയെടുത്ത് സ്പേംസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് മെയിൻലി ആൻഡ്രോളജിസ്റ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആൻഡ്രോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ധർമ്മരാജൻ. പുള്ളി അത് നോക്കിയിട്ട് വേണ്ടത് ചെയ്തോളും. നമുക്ക് ശ്രമിക്കാം. വലിയൊരു ചെലവും ആവത്തില്ല. നമുക്ക് അത് പിന്നെ കണ്ടിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലിയർ ആയിട്ട് ശരിയാവത്തില്ല എന്നും ആദ്യമേ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിജി ചന്ദ്രന്റെയാണ്. സർ, എൻ്റെ മാരേജ് കഴിഞ്ഞ് 8 months ആയി. എനിക്ക് 31 വയസ്സും ഹസ്ബൻഡിന് 38 സ്കാൻ ചെയ്തപ്പോൾ ബൾക്കി യൂട്രസ് ആൻഡ് PCOD പ്രോബ്ലം ഉണ്ട്. ബൾക്കി യൂട്രസ് പേടിക്കേണ്ടതാണോ? ബൾക്കി യൂട്രസ് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ബൾക്കിനെസിന്റെ കാര്യം നോക്കണം. ഫൈബ്രോയിഡോ വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ലാപ്രോസ്കോപ്പി മാറ്റാൻ പറ്റും. പിന്നെ അഡിനോമൈസ് ഒക്കെ ആണെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് അതിന്റെ സൈസ് കുറച്ച് കുറച്ചിട്ട് നമുക്ക് IVF ചെയ്യാൻ പറ്റും. അത് വലിയ പേടിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ദിവ്യ MRന്റെയാണ്. എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട്. 3 സർജറി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും പ്രോബ്ലം ഉണ്ട്. പീരീഡ്സ് കഴിഞ്ഞു. 2-3 ഡേയ്സ് നല്ല പെയിൻ ആണ്. IVF ചെയ്താൽ പോലും 20% സാധ്യതയാണ് പറയുന്നത്. ഓക്കെ ദിവ്യയുടെ ക്വസ്റ്റ്യൻ പല ഇൻഡോമെട്രിയോസിസ് ഉള്ള കുട്ടികൾക്കും ഉള്ള ഒരേ ഒരു പ്രോബ്ലമാണ്. പീരീഡ്സ് വരുമ്പോൾ ഭയങ്കര പെയിൻ ആണ്. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുക, പ്രഗ്നൻസി ആവില്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. എന്നാലും നമുക്ക് IVF ചെയ്താൽ നമ്മുടെ AMHന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് എത്രത്തോളം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും. ഏതായാലും സാധ്യത തീരെ ഇല്ലാതില്ല. കാര്യം നമ്മുടെ ഏജും കൂടെ ഏജ് പറയുന്നില്ല. ഏജും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു സക്സസ് റേറ്റ്സ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിലും നല്ല സക്സസ് ഉണ്ടാകാനുള്ള സാധ്യത. ഒരു പെയിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രഗ്നൻസി ആക്കിയതിന് ശേഷം പിന്നെ പെയിന് വേണ്ടി വേറെ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. കാര്യം മെറാന എന്ന സാധനം യൂട്രസിനകത്ത് ഇൻട്രായൂട്രൈൻ കോയിലുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഈ പെയിൻ കുറെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറെ മെഡിക്കേഷൻസ് ഉണ്ട്, പുതിയതായിട്ട് മെഡിസിൻസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ കുറയാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഉമേഷ കെ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. IVF കഴിഞ്ഞാൽ തിരിച്ച് ദുബായിലോട്ട് ട്രാവൽ ചെയ്യുന്നത് സേഫ് ആണോ? വളരെ സേഫ് ആണ്. ഒരു കുഴപ്പമില്ല. തിരിച്ച് ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ദുബായിലേക്ക് മാത്രമല്ല എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഒരു കുഴപ്പമില്ല. IVF നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി റുട്ടീൻ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനാണ് പറയുന്നത്. ഒരു റെസ്റ്റും നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ മിക്ക പേഷ്യൻസും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ റെസ്റ്റ് എടുക്കുകയാണ് പതിവ്. ഒന്നീ വീടിനടുത്തോ ഹോസ്പിറ്റലിനടുത്തോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കംപ്ലീറ്റ് ദിവസങ്ങളിലും ലീവ് എടുത്ത് ഇരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമ്മളൊട്ടും എൻകറേജ് ചെയ്യുന്നില്ല, നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിബ ഫാത്തിമ മഹ്റൂഫ്. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 6 years ആയി. എനിക്ക് AMH 0.04 ആണ്. FHS ആൻഡ് LH വെരി ഹൈ ആണ്. ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? എന്താണ് ട്രീറ്റ്മെന്റ്? ഹസ്ബൻഡിന് കൗണ്ട് നോർമൽ ആണ്. ഹിബയുടെ ബ്ലഡ് വാല്യൂസ് കേട്ടിട്ട് നമുക്ക് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ആൻസർ തരേണ്ടി വരും. നാച്ചുറൽ ആയിട്ട് പ്രഗ്നൻസി IVF മുഖേനയും ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും എഗ് ഡൊണേഷൻ ചെയ്യേണ്ടി വരും. എഗ് ഡൊണേഷൻ ചെയ്താൽ മാത്രമേ മിക്കവാറും ഇതുപോലെ കേസുകളിൽ നമുക്ക് പ്രഗ്നൻസി ആവുള്ളൂ. കാര്യം AMH വളരെ കുറവും FSH LH വളരെ ഹൈയുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൽ ഇനിയിപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യാൻ പോകാതെ സമ്മതമാണെങ്കിൽ എഗ് ഡൊണേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സക്സസ് ആയിരിക്കും. പ്രത്യേകിച്ചും ഹസ്ബൻഡിൻ്റെ കൗണ്ട് വളരെ നോർമലായിട്ട് ഹസ്ബൻഡ് സ്പേംസ് യൂസ് ചെയ്ത് വേറൊരാളുടെ എഗ് എടുത്ത് അതിന് എൻട്രി ഉണ്ടാക്കി നമ്മുടെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പ്രഗ്നൻസി ആക്കാൻ പറ്റും. നമ്മുടെ യൂട്രസിൽ പ്രഗ്നൻസി ആക്കാൻ പറ്റും. അതിലും ചാൻസ്, അത് നല്ല ചാൻസ്, വളരെ നല്ല ചാൻസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുനിത VS ആണ്. താങ്ക്സ് ഫോർ ദ വീഡിയോ, അപ്രീഷിയേറ്റിംഗ് യുവർ എഫേർട്സ്. എൻ്റെ ഏജ് 27, ഹസ്ബൻഡിന് 33. സെബൈനിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ലാപ്രോ കഴിഞ്ഞു, IVF പിക്കപ്പ് കഴിഞ്ഞു, ലൂപ്രിഡ് ഡിപ്പോർട്ട് ഇഞ്ചക്ഷൻ എടുത്തു. സെക്കൻഡ് ഇഞ്ചക്ഷനിൽ പീരീഡ് ആവില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഇഞ്ചക്ഷൻ എടുത്ത് 5 days ഉള്ളിൽ പീരീഡ് ആയി. സോ ET എക്സ്റ്റെൻഡ് ആയി. ലൂപ്രിഡ് ഡിപ്പോർട്ട് എടുക്കുമ്പോൾ പീരീഡ് ആകുമോ? പ്രീവിയസ് IVF ഇൻ അതർ ഹോസ്പിറ്റൽ ET കഴിഞ്ഞു 1 week കഴിഞ്ഞപ്പോൾ പീരീഡ് ആയിരുന്നു. പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സും ലൂപ്രിഡ് ഇഞ്ചക്ഷനും എടുക്കുമ്പോൾ ഇങ്ങനെ പീരീഡ് ആകുന്നത് ഇഷ്യൂ ആണോ? ഈ നല്ലൊരു ക്വസ്റ്റ്യനാണിത്. സാധാരണ ലൂപ്രിഡ് ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ പീരീഡ്സ് ആവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അപൂർവം ചില സന്ദർഭങ്ങളിൽ പല കാരണങ്ങളും കൊണ്ട് ചിലപ്പോൾ പീരീഡ്സ് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പതിവ്. ഇങ്ങനെ പീരീഡ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ലോക്കലായിട്ട് എന്തെങ്കിലും പോളിപ്പോ എന്തെങ്കിലും ഉണ്ടോ നോക്കും. പിന്നെ സ്കാൻ ചെയ്ത് യൂട്രസിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കും. എന്നിട്ട് പിന്നെയും ശരിയായി നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത ടെക്നിക്ക് കറക്റ്റാണോ നോക്കും. ഇങ്ങനെ പല രീതികളിൽ നോക്കിയിട്ടും ശരിയായില്ലെങ്കിൽ നമുക്ക് അതിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിയേറ്റീവ് വേൾഡ് ആണ്. മോളാർ പ്രഗ്നൻസി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മോളാർ പ്രഗ്നൻസി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. മിക്കവാറും ഈ ജനറ്റിക് ക്രോമോസോംസിൻ്റെയൊക്കെ പ്രത്യേകിച്ച് പെറ്റേണൽ ക്രോമോസോംസിൻ്റെയൊക്കെ പ്രോബ്ലം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിഥുൻ തോമസിൻ്റെയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് സെബൈൻ ഹോസ്പിറ്റലിൽ പോകാൻ പോകുന്നത്. ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? സെബൈൻ സാറിനെ കാണാൻ പറ്റുമോ? ഏത് ടൈമാണ് ഹോസ്പിറ്റലിൽ എത്തേണ്ടതെന്ന് പറഞ്ഞു തരുമോ? ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇവിടെ വരുന്നത് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടൈം വിസിറ്റ് വരുമ്പോൾ ആദ്യം ഏതെങ്കിലും ഡോക്ടർമാരെ കാണുക. അവരൊന്ന് ഹിസ്റ്ററി ഒക്കെ എടുത്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് വേണ്ടി വന്ന ഒരു സ്കാനൊക്കെ ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ട് അതിനുശേഷമായിരിക്കും ഞാൻ കാണുന്നത്. കാണുമ്പോൾ ബാക്കി ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞു തരും. ചിലപ്പോൾ അന്ന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആവുമായിരിക്കും. ഫസ്റ്റ് ടൈം മാത്രം കാണാനായിട്ട് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അത്ര ടൈം എടുത്ത് കാണുന്നതുകൊണ്ട് ആരും പ്രോബ്ലം വരുന്നത്. ഒരാൾ കാണാനായിട്ട് ചിലപ്പോൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതലൊക്കെ തന്നെ ചിലപ്പോൾ ഒരു കപ്പിളിൽ കാണാനെടുക്കും. ചിലർക്ക് പെട്ടെന്ന് തീരാനും ചെയ്യും. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എത്ര സമയം എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടൈമിൻ്റെ കാര്യം നമുക്കൊന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് സിൻസ് പാർത്തു. PCOD ആയിട്ട് ലാപ്രോ കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് മുതൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. PCOD ആയിട്ട് ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അശ്വനി ബീഡിയാണ്. സർ, എനിക്ക് ഫസ്റ്റ് 10 weeks മിസ്ഡ് അബോർഷൻ ആയിരുന്നു. ആഫ്റ്റർ 2 months അഗെയിൻ പ്രഗ്നന്റ് ആയി. അതും അനോമി സ്കാനിങ്ങിന് പോയപ്പോൾ ഹാർട്ട് ബീറ്റ് ഓൾറെഡി പോയിരിക്കുന്നു. എന്തായിരിക്കും പ്രോബ്ലം? എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണോ ബിഫോർ നെക്സ്റ്റ് പ്രഗ്നൻസി? 2 അബോർഷൻസ് ആയിരുന്നു. ഒന്ന് 10 weeks, രണ്ടാമത് ഓൾമോസ്റ്റ് 20 weeks ആയപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് പോയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം മിക്കവാറും എന്തെങ്കിലും ബേബിയുടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, എംബ്രിയോയുടെ പ്രോബ്ലം ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ക്രോമോസോമൽ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും സാധാരണക്കാരെ സമയത്ത് തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ക്രോമോസോംസിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ പാരൻസിൻ്റെ അഡ്വർടൈസ് ചെയ്യണം.
പറ്റുമെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ അബോട്ടസ് ആ ഡെലിവറി ചെയ്യുന്ന പ്രോഡക്ട്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഉണ്ടായതെന്നും ഫ്യൂച്ചറിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി വന്നാൽ അങ്ങനെയാണെങ്കിൽ IVF ചെയ്ത് PGS ചെയ്യാൻ പറ്റും, പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ്. അതായത് നമുക്ക് എംബ്രിയോ എടുത്തിട്ട് എംബ്രിയോയുടെ സെല്ലെടുത്ത് നമ്മൾ കാരോടൈപ്പിംഗ് ചെയ്ത് ആ സെല്ലിൻ്റെ നോർമലാണെങ്കിൽ മാത്രമേ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യൂ. നെക്സ്റ്റ് ഏമ ശരത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് മാരേജ് കഴിഞ്ഞിട്ട് 8 year ആയി, കുട്ടികളായിട്ടില്ല. എനിക്കൊരു സർജറി കഴിഞ്ഞിരുന്നു. ഒരു ഓവറിൽ ഡെർമോയിഡ് 7.5 mm ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഓവറി വിത്ത് ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായി വന്നു. ലെഫ്റ്റ് ട്യൂബിന് ലെങ്ത് ഇല്ല, സ്ട്രാക്റ്റബിൾ അല്ല, അതുകൊണ്ട് അത് കട്ടായിട്ട് ആണ് ഇരിക്കുന്നത്. നോർമൽ പ്രഗ്നൻസിക്ക് 70% വരെ ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. മേജർ സർജറിയാണ് കഴിഞ്ഞത്. ലാപ്രോ ചെയ്തിരുന്നു, അത് ഫെയിൽ ആയി പോയി. അങ്ങനെ മേജർ സർജറി ചെയ്യേണ്ടി വന്നു. 2016 സർജറി. പീരീഡ് എല്ലാ മാസവും വരുന്നുണ്ട്. ഡോക്ടർ അന്ന് പറഞ്ഞത് IVF ചെയ്യേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ സൗദിയിലാണ്. നെക്സ്റ്റ് ഏപ്രിൽ സെബൈൻ സാറിനെ കാണാനാണ്. IVF ചെയ്താൽ റിസൾട്ട് കിട്ടുമോ? ട്യൂബ് യൂട്രസിനോ ബാക്കിൽ ഒട്ടിയിരിക്കുമായിരുന്നു എന്ന് സർജറിയിൽ കൂടെ അത് നേരെയാക്കി. ഇപ്പോൾ ഇത്രയും വൈകിയത് കൊണ്ട് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാകുമോ? ഈ ക്വസ്റ്റ്യൻ എന്തായാലും ആൻസർ തരണം. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഒരു ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി, ഒരു ട്യൂബ് അഡ്യറൻ്റ് ഒട്ടിയിരിക്കുന്ന അഡ്യറൻ്റായി അത് കുറച്ചൊക്കെ റിലീസ് ചെയ്തു. എത്രത്തോളം ഫങ്ഷണലാണെന്ന് ചെയ്ത ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നെയ്മി കുറച്ചൊക്കെ ഫങ്ഷണലാണ്. പിന്നെ ഏതായാലും IVF തന്നെയാണ് എൻ്റെ ചികിത്സ. IVF ചെയ്ത IVF ട്യൂബ്സിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് IVF ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം. റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും വൈകിയത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമോ? ഏജ് നോർമൽ ആണെങ്കിൽ ഒരു 40 താഴെ കഴിഞ്ഞാൽ റിസൾട്ട് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷിഹാന ചിന്നോണ്ടിയാണ്. ഹലോ സർ, ഞാൻ ട്രിവാൻഡ്രമാണ്. സോ ഫസ്റ്റ് ടൈം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമോ? ഇത്ര ലോങ് ആയതുകൊണ്ട് ട്രീറ്റ്മെന്റ് എങ്ങനെ ആയിരിക്കും? ഡീറ്റെയിൽ പറയാമോ? ഫസ്റ്റ് ടൈം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യേണ്ടതില്ല. നമ്മൾ ആദ്യം ഓവുലേഷനൊക്കെ അതിന്റെ കാരണം നോക്കും. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാരണം ഡിറ്റക്ട് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഓവുലേഷൻ രണ്ട് സൈക്കിള് നമ്മൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യത്തില്ല. ജസ്റ്റ് ഓവുലേഷൻസ് കൊടുത്ത് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം ഫോളിക്കുലർ സ്റ്റഡി ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സന്ധ്യയുടെയാണ്. ഡിയർ സർ, ഞാൻ സെബൈൻ ഹോസ്പിറ്റൽ 2 year ട്രീറ്റ്മെന്റ് ചെയ്തു. 3 IVF ചെയ്തു. 3 നെഗറ്റീവായി. എനിക്ക് ഏജ് 33, ഹസ്ബൻഡിന് 40. എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. 2018 ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ AMH 3.8, പ്രൊലാക്റ്റിൻ 24.4 ആയിരുന്നു. എന്തുകൊണ്ടാണ് സാർ IVF സക്സസ് ആകാത്തത്? ഹസ്ബൻഡിന് കൗണ്ട് ആൻഡ് മോട്ടിലിറ്റി എല്ലാം നോർമലാണ്. എനിക്ക് എഗ് ക്വാളിറ്റിയിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇനി എന്താണ് സാർ ചെയ്യേണ്ടത്? അപ്പോൾ AMH 2018 ഒരു നോർമലായിരുന്നു. പിന്നെ തൈറോയിഡ് കറക്റ്റഡ് ആണ്. പിന്നെ പ്രൊലാക്റ്റിൻ ശകലം കൂടുതലുണ്ട്. ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ആയില്ല. ചിലപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ചില ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, ഫീൽ ആവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ IVF ചെയ്യേണ്ടി വരും. IVFോ പിന്നെ ഹസ്ബൻഡിന്റെ കൗണ്ട് നോർമൽ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്താലും മതിയാവും. ചിലപ്പോൾ അത് ലാപ്രോസ്കോപ്പി ഓൾറെഡി ചെയ്ത് കാണും, ചെയ്തിട്ടായിരിക്കും IVF ചെയ്തത്. ഏതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസ് ഒന്ന് നോക്കിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ടീനയുടെയാണ്. എൻ്റെ ഹസ്ബൻഡിന് വെരിക്കോസ് ഗ്രേഡ് 2 ഉണ്ട്. ബിഫോർ 2 year മുന്നേ സ്കാനിൽ അറിഞ്ഞു. ബട്ട് ഡോക്ടർ പറഞ്ഞത് ഓവർ പെയിനോ കൗണ്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന്. 8 month കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയി. അത് ഫെലോപ്പിയൻ ട്യൂബിലായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിന്റെ കൗണ്ട് 28.0 million ആൻഡ് പ്രോഗ്രസീവ് മൊട്ടൈൽ 40% ആണ്. ഇത് ഓക്കെ ആണോ? നോർമൽ പ്രഗ്നൻസിക്ക് ഹസ്ബൻഡിനും എനിക്ക് മെഡിസിൻസ് ഒന്നുമില്ല. ഈ കൗണ്ടും മോട്ടിലിറ്റിയും നോർമൽ പ്രഗ്നൻസിക്ക് ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് ഫെലോപ്പിയൻ ട്യൂബിലെ പ്രഗ്നൻസി ആവുന്നത്?
ഈ കൗണ്ട് വെച്ച് നോർമൽ പ്രഗ്നൻസി ആവാം, ഒരിക്കൽ ആയതല്ലേ. പക്ഷേ ഒരു ട്യൂബ് ട്യൂബ് എടുത്ത് മാറ്റിക്കണം അല്ലേ? അത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഏതായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ. ശരിയായില്ലെങ്കിൽ അടുത്തൊന്ന് ലാപ്രോസ്കോപ്പി നോക്കൂ. ലാപ്രോസ്കോപ്പി നോക്കിയിട്ടും ശരിയായില്ലെങ്കിൽ മാത്രം അടുത്ത വെരിക്കോസിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി. വെരിക്കോസിന്റെ ചെയ്യേണ്ട ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നി പെയിൻ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പെയിൻ ഇല്ല, ഫെർട്ടിലിറ്റി ഉണ്ട്, അതിൽ മെഡിസിനിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം അടുത്ത സർജറി ചെയ്താൽ മതി. നീന എസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ് സർ, എനിക്ക് 30 വയസ്സായി. മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷമായി. 2 ഇയർ കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയി. 2nd month മിസ്ഡ് അബോർഷനായി DNC ചെയ്തു. 2nd പ്രഗ്നൻസി 1st month ബ്ലീഡിംഗ് വന്നു. 3rd പ്രഗ്നൻസി മിസ്ഡ് അബോർഷൻ ആയിട്ട് DNC ചെയ്തു. നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് വേണ്ടി 8 month ആയി മെഡിസിൻ കഴിക്കുന്നു. PCOD ഉണ്ട്, APLA പോസിറ്റീവ് ആണ്. ഫോളിക്കിൾ സ്റ്റഡി നടത്തിയപ്പോൾ യൂട്രസ് ലൈനിങ് തിൻ ആണ് എന്ന് പറഞ്ഞു. ഡേ 17 ഓവുലേഷൻ പോലും നടന്നില്ല. ഡോക്ടർ കൈ ഒഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്ലീസ് ഹെൽപ്പ് മീ. ഇനി ഇത് ഏത് തരം ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്? IVF ആണോ? അല്ല, ഇതില് 3 അബോർഷൻസ് ആയിട്ടുണ്ട്. പക്ഷെ പ്രഗ്നൻസി ലാസ്റ്റ് ടൈം മാത്രം 8 മാസമായിട്ടും പ്രഗ്നന്റ് ആയിട്ടില്ല. നെക്സ്റ്റ് പ്രഗ്നൻസി മെഡിസിൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഈ പോയിന്റ് ഓഫ് ടൈമിൽ. ലാപ്രോസ്കോപ്പി ചെയ്തിട്ടും പ്രഗ്നൻസി ആയെങ്കിൽ മാത്രം മറ്റു IVF ചെയ്താൽ മതിയാവും. ലാപ്രോസ്കോപ്പി ചെയ്തിട്ടില്ല, യൂട്രസ് ലൈനിങ് തിന്നാണെന്നാണ്. യൂട്രസ് ലൈനിങ് തിന്നെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ഓവുലേഷൻ നടക്കുമ്പോൾ യൂട്രസ് ലൈനിങ് നോർമൽ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഹമ്മദ് റഷീദിനാണ്. എനിക്ക് 40 വയസ്സും ഭാര്യയ്ക്ക് 32 വയസ്സുമുണ്ട്. വിവാഹം കഴിഞ്ഞ് 15 വർഷമായി. കുട്ടികളായിട്ടില്ല. ഒരുപാട് ചികിത്സകൾ ചെയ്തു. എനിക്ക് ജോലി ഒമാനിലാണ്. 2 വർഷം മുമ്പ് എന്റെ ബ്ലഡ് ടെസ്റ്റിൽ 47XXY ക്ലിംപ്റ്റർ സിൻഡ്രോം ആണ് എന്ന് അറിഞ്ഞത്. എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ എന്ത് ചികിത്സയാണ് വേണ്ടത്? ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിൽ മിക്കവാറും 7ന്റെ കൗണ്ട് കുറവായിരിക്കും, ടെസ്റ്റിക്കുലർ സൈസും കുറവായിരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്ത് നമുക്കൊരു 30 to 40% ആൾക്കാർക്കും നമുക്ക് ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് എടുക്കാൻ പറ്റും. ഇതിന് പറയുന്നത് മൈക്രോടീസാണ് ചെയ്ത് എല്ലാവർക്കും പറ്റില്ല, എന്നാലും നല്ലൊരു പെർസെൻറ്റ് ആൾക്കാർക്കും പ്രഗ്നൻസി കിട്ടാറുണ്ട്. പ്രഗ്നൻസി നമുക്ക് ട്രൈ ചെയ്യാം. അത് കംപ്ലീറ്റ്ലി നോ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ അങ്ങനെ പറയുന്നത്. ഇവിടെ അതിന് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആൻഡ്രോളജിസ്റ്റെ കണ്ടിട്ട് പുള്ളി അത് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് ശരിയാക്കി നമുക്ക് ട്രൈ ചെയ്യാം. ചിലപ്പോൾ കുറച്ചാൾ എടുക്കും, 6 months ഒക്കെ എടുക്കുമായിരിക്കും. ചിലപ്പോൾ 1 year ഒക്കെ എടുക്കും. ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിൽ 100% പ്രഗ്നൻസി ആവില്ല എന്ന് പറയാൻ പറ്റില്ല. റീസണബിളി നല്ല ഒരു ചാൻസ് ഉണ്ട്. എന്നാൽ വലിയൊരു ഓവർ പ്രതീക്ഷയൊന്നും വേണ്ട, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിതി മോഹൻ ആണ്. സർ, അങ്ങയുടെ ട്രീറ്റ്മെന്റിന് ഞങ്ങൾ വരണമെന്ന തയ്യാറെടുപ്പിലാണ്. എനിക്ക് PCOD പ്രോബ്ലം ഉണ്ട്. ഹസ്ബൻഡിന് സ്പേം മോട്ടിലിറ്റി ഇല്ല. വെരിക്കോസ് പ്രോബ്ലം ഉണ്ടായിരുന്നു. സർജറി ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്താൽ പോസിറ്റീവ് ആവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇനി ഏത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്? 2 month ലീവ് എടുത്ത് വന്നാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയുമോ? ഞങ്ങൾ ഇപ്പോൾ ദുബായിലാണ്. ഇതിപ്പോ ട്രീറ്റ്മെന്റ് മോട്ടിലിറ്റി ഇല്ല എന്നാണ് ചെയ്തു, എന്നിട്ടും ഇമ്പ്രൂവ്മെന്റൊന്നുമില്ല. അപ്പൊ ഇതിന് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് IVF ഫിക്സ് ആയിരിക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഇക്സിക്ക് നമുക്ക് മോട്ടിലിറ്റി ഉള്ള സ്പേം വേണമെന്നില്ല, ലൈവ് സ്പേംസ് മതി. അപ്പൊ അത് വെച്ച് നമുക്ക് ഇക്സി ചെയ്ത് റീസണബിളി നല്ല സക്സസ് കിട്ടാവുന്നതേ ഉള്ളൂ. 2 month ലീവിന് വന്നു കഴിഞ്ഞാൽ 2 month ലീവിന് വന്നാൽ മതി. ഇപ്പോൾ വരുന്ന ടൈം നമ്മൾ പീരിയഡ്സിന്റെ 2nd day നാട്ടിലെത്തിട്ട് ഒത്തിരി വരണം. 2nd or 3rd day ക്ലിനിക്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം 2 months യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അന്ന് എൻ്റെ ഫസ്റ്റ് ഡേ വരുന്ന ദിവസം തന്നെ നമുക്ക് എല്ലാം എവാലുവേറ്റ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻസ് IVF ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിക്കപ്പ് ചെയ്ത് ഒരു മാസം ഫ്രീസ് വെച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പോലും അതിനുള്ള സമയം നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാരിസ് മുട്ടിച്ചൂർ. എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്. ഹസ്ബൻഡിൻ്റെ അയച്ചതാണ്. ഹസ്ബൻഡിന് ജനുവരിയിൽ ലീവ് ഉണ്ട്. മാക്സിമം 50 days ലീവാണ് കിട്ടുക. അപ്പോൾ വൈഫ് ഒറ്റയ്ക്ക് വന്ന് എല്ലാ കാര്യങ്ങളും ചെക്കപ്പ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും
ഡോക്ടറെ കാണുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, അതോ രണ്ടുപേരും ഒരുമിച്ച് തന്നെ വരണോ? ഇല്ല, ഒരുമിച്ച് വരണമെന്നില്ല. വൈഫ് ഒരു ഹസ്ബൻഡ് വരുന്നത് 2 മാസമെങ്കിലും മുമ്പ് വന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ആ ഹസ്ബൻഡ് ഇവിടെ ഉള്ള നാട്ടിലുള്ള സമയം നമുക്ക് ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വൈഫിൻ്റെ അടുത്ത് 2 മാസം മുമ്പ് വീട്ടിലെ പാരൻസിൻ്റെ അടുത്ത് കൂടെ ഇവിടെ വന്നാൽ മതി. ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വന്നാൽ അതൊന്നും ചെയ്യണമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിയാസിന്റെയാണ്. എന്റെ സ്ഥലം മലപ്പുറമാണ്. കല്യാണം കഴിഞ്ഞ് 2 വർഷമായി, കുട്ടികളില്ല. ഡോക്ടറെ കാണിച്ചു. എനിക്ക് മെൻസസ് ആകുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എപ്പോഴും ബ്ലഡ് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അത് മാറി. എഗ്ഗ് പൊട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഇഞ്ചക്ഷൻ എടുത്തു. എഗ്ഗ് പൊട്ടിയില്ല. ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ മെൻസസ് 2 ദിവസം ഉണ്ടാകാറുള്ളൂ. ഇത് എന്തുകൊണ്ടാണ്? ഇത് എന്തെങ്കിലും ഓവുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ആയിരിക്കാനാണ് സാധ്യത കേട്ടിട്ട്. പിന്നെ ഹസ്ബൻഡ് സെമന്റെ കൗണ്ടിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സെമന്റെ കൗണ്ട് നോക്കണം. പിന്നെ സ്കാനിങ് ചെയ്ത് ബാക്കി ഹോർമോൺ ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എന്ത് തരം ഓവുലേഷൻ ഡിഫക്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ 2 ദിവസം ബ്ലീഡിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിന്റെ ഓവുലേഷന്റെ പ്രോബ്ലമാണ്. ഓവുലേഷൻ കറക്റ്റ് ആക്കുമ്പോൾ ഇതെല്ലാം തന്നെ ശരിയായിക്കോളും. ഓവുലേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ പീരിയഡ്സ് കറക്റ്റ് ആവും. ഈ 2 ദിവസം ബ്ലീഡിംഗ് വരും, പ്രഗ്നൻസി ആവും. അത് നമ്മൾ നോക്കിയാൽ എന്താണ് അത് ഓവുലേഷൻ ഉണ്ടാകാത്തതിന്റെ റീസൺ നോക്കണം. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അത് തന്നെ മെഡിസിൻ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. മിക്കവാറും പോളിസിസ്റ്റിയോറിക് ആണെങ്കിൽ മെഡിസിൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ഹൈപ്പർ പ്രൊലാക്റ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ മെഡിസിൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ അതാണെങ്കിൽ മെഡിസിൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. മിക്കവാറും മെഡിസിൻ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിബിന അബീഡിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം ആവാൻ പോകുന്നു. എനിക്ക് 25 വയസ്സാണ് ഉള്ളത്. ഹസ്ബൻഡിന് 34 വയസ്സ്. കൗണ്ട് നോക്കി കുഴപ്പമില്ല. എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നോർമലായി. മരുന്നുണ്ട്. ഞാൻ അവിടെയാണ് കാണിക്കുന്നത്. തൈറോയിഡ് 4 ആയി. ഡോക്ടർ പറഞ്ഞത് പ്രഗ്നന്റ് ആവാൻ 2 വരെ ആകണമെന്നാണ്. ഇപ്പോൾ എനിക്ക് PCOD ഉള്ളതായി ഡോക്ടർ പറഞ്ഞു. മരുന്ന് കഴിക്കുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് പ്രഗ്നന്റ് ആകാൻ കുഴപ്പമുണ്ടോ? PCOD ഉള്ളത് കൊണ്ട് പ്രഗ്നന്റ് ആവാൻ പ്രശ്നമാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. കണ്ടിട്ട് പോളിസിസ്റ്റിയോറിയാണ്. ഇഞ്ചക്ഷൻ എടുത്ത് നോക്കുക. ശരിയായില്ലെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് പോളിസിസ്റ്റിയോറി കറക്റ്റ് ചെയ്ത് പിന്നെ ട്രൈ ചെയ്താൽ പ്രഗ്നൻസി ആവാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷഹീന ഷാനിനെയാണ്. സെബൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. IVF കഴിഞ്ഞ് പോസിറ്റീവായി 2 മാസമായപ്പോൾ അബോർഷനായി. അതിനുശേഷമാണ് സാറിനെ കണ്ടത്. എനിക്കും ഹസ്ബൻഡിനും 3 മാസം കഴിക്കാൻ വേണ്ടി മെഡിസിൻ തന്നു. ന്യൂട്രിസെൽ അൾട്രാ Q300 കഴിച്ചു കഴിഞ്ഞു. പിന്നെ യാസ്മിൻ കഴിച്ചു. പീരിയഡ് സെക്കൻഡ് സ്കാനിങ് വരാൻ പറഞ്ഞു. ഏപ്രിലായിരുന്നു. കൊറോണ കാരണം വരാൻ പറ്റിയില്ല. അതിനുശേഷം പീരീഡ് ആയിട്ടില്ല. ഇനി IVF സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് വേണ്ടത്? IVF സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പീരിയഡ്സ് ആക്കാനായിട്ട് ഏതെങ്കിലും പ്രൊജസ്ട്രോൺ ഗുളിക കഴിച്ചാൽ മതി. പ്രൈമലോ 10 രാവിലെയും വൈകിട്ടും 5 days കഴിച്ച് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് പീരിയഡ്സ് ആകുമ്പോൾ സെക്കൻഡ് ഡേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ യാസ്മിൻ കഴിക്കുക. വീണ്ടും പീരിയഡ്സ് ആകുമ്പോൾ സെക്കൻഡ് ഡേ വന്നാൽ മതി. നമ്മൾ സ്റ്റിമുലേഷൻ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാബു വർഗീസിനെയാണ്. സർ, ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. വൈഫ് കൂടെയുണ്ട്. വൈഫിന് PCOD ഉണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണോ? മെഡിസിൻസ് ഒക്കെ കൊറിയർ ചെയ്യുകയാണോ? ഇവിടെ ഇൻഷുറൻസ് കവർ ആവാതെ ടാബ്ലറ്റോ ഒക്കെ 6000 രൂപ വരുന്നു. സോ ട്രീറ്റ്മെന്റ് നിർത്തി വെച്ചിരിക്കുകയാണ്. മാരേജ് കഴിഞ്ഞിട്ട് 4.5 വർഷമായി. റിപ്ലൈ തരണേ. ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വൈഫുമായി നാട്ടിലേക്ക് മെയ് മന്ത് പോരുവാനുള്ള പ്ലാനിങ്ങിലാണ്. തീർച്ചയായിട്ടും നമുക്ക് ഫോണിൽ കൂടി ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റും. മെഡിസിൻസ് നമുക്ക് ഇവിടുന്ന് ദുബായിലേക്ക് അയക്കത്തില്ല. നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫാർമസിയിൽ നിന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള നിങ്ങളുടെ വീട്ടിൽ അയച്ചു കൊടുക്കും. അവിടെ നിന്ന് ആരെങ്കിലും വഴി അവിടെ നിന്ന് എത്തിക്കാനാണ് ചെയ്യുന്നത്. പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രഗ്നൻസി ആയില്ലെങ്കിൽ മാത്രം ജോലി കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ. മെയ്ക്ക് മുമ്പ് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒന്ന് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേവൂസിനെയാണ്. സർ, എൻ്റെ മാരേജ് കഴിഞ്ഞ് 5 year ആയി. ഞാൻ എൻ്റെ കസിനാണ് മാരേജ് ചെയ്തത്. ഇതുവരെയും പ്രഗ്നന്റ് ആയിട്ടില്ല. 2017 നവംബറിൽ ലാപ്രോസ്കോപ്പി ചെയ്തു. മിനിമൽ എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. പ്രോബ്ലം ഡോക്ടർ പറഞ്ഞു.
ഒരു ട്യൂബ് ഡിലേഡ് ആയിരുന്നു, ബാക്കിയെല്ലാം നോർമലാണ്. ഹസ്ബൻഡിന് കൗണ്ട് നോർമലാണ്. യൂട്രസ് സ്മോൾ സൈസ് ആണെന്ന് പറഞ്ഞു ആഫ്റ്റർ ലാപ്രോ. AMH 24.54 PMO on 2019. ഒരുപാട് IUI ചെയ്തു, IUI സൈക്കിൾ ചെയ്തു വിത്ത് ഇഞ്ചക്ഷൻ, ബട്ട് നോ റിസൾട്ട്. I am 25 and husband 30. ഞങ്ങൾ അവിടെ വന്നാൽ ലാപ്രോ ഒന്നും കൂടി ചെയ്യേണ്ടി വരുമോ? എന്താകും ഇത്രയും നാൾ പ്രഗ്നന്റ് ആകാഞ്ഞത്? ഈ 5 ഇയേഴ്സും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇനി അവിടെ വന്നാൽ റിസൾട്ട് കിട്ടുമോ? കുഞ്ഞിനായി ഒരുപാട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ചോദിച്ചാൽ 2 ഓപ്ഷൻ ആയിരുന്നു ഉള്ളത്. ഒന്നുകൂടെ ലാപ്രോസ്കോപ്പി നോക്കി ചെയ്തിട്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ മെഡിസിൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ പിന്നെ IVF ICSIയിലോട്ട് പോകാം. അതാണ് 2 ഓപ്ഷൻ ഉള്ളത്. വേണമെങ്കിൽ ലാപ്രോസ്കോപ്പി ഒന്നുകൂടി ചെയ്ത് നോക്കുന്നത് നല്ല ഐഡിയ ആയിരിക്കും. കാര്യം ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് 2003-4 വർഷം ആയല്ലോ. ഒന്നുകൂടി ചെയ്ത് നോക്കാം. കാര്യം IVF കുറച്ച് എക്സ്പെൻസീവ് അല്ലേ. ലാപ്രോസ്കോപ്പി ഒന്നുകൂടി ചെയ്ത് നോക്കാൻ പറ്റുമായിരിക്കും. അത് മാത്രമല്ല AMH കുറച്ച് ഹൈ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാശ് തിരുവട്ടൂരിനെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. PCOD ആണ് പ്രശ്നം. 2 തവണ ലാപ്രോസ്കോപ്പി ചെയ്തിരുന്നു. ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ഒരു 5 വർഷത്തിന് ശേഷമാണ് IVF ചെയ്തത്. ആദ്യം 2 തവണ IVF ഫെയിൽ ആയിരുന്നു. അതിനുശേഷം ഹിസ്റ്റോസ്കോപ്പി ചെയ്തു. പിന്നീട് ചെയ്ത 4 IVF പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ ബ്ലീഡിംഗ് വന്ന അബോർഷൻ ആകുന്നു. ഇനി ഞാൻ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ലേ? പ്ലീസ് മറുപടി. 4 IVF ചെയ്ത് പോസിറ്റീവ് ആയിരുന്നു, പക്ഷേ അത് മിസ്കാരേജ് ആയി. അപ്പൊ ഇനി നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് PGS ആണ്, പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ്, അതായത് ജനറ്റിക് സ്ക്രീനിങ്. നമ്മൾ ഇന്ന് പലപ്പോഴും പറഞ്ഞതുപോലെ നമ്മൾ IVF ചെയ്ത് ICSI ചെയ്യുമ്പോൾ നമ്മൾ എംബ്രിയോ എടുത്തിട്ട് ആ എംബ്രിയോയുടെ ഒരു സെല്ല് നമ്മൾ ജനറ്റിക് സ്റ്റഡി ചെയ്തത്, കാരോടൈപ്പിംഗ് ചെയ്ത് ആ നോർമൽ എംബ്രിയോ ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം യൂട്രസിലേക്ക് ഇടുക. അപ്പം മിക്കവാറും ഇതുപോലൊരു പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു അബോർഷൻ അതിന് പറയുന്നത് PGS ആണ്. ICSI വിത്ത് PGS ആണ്. പേര് പറഞ്ഞിട്ടില്ല. എനിക്ക് 52 വയസ്സായി. എൻഡോമെട്രിയോസിസ് ഉണ്ട്, പീരീഡ് ഉണ്ട്. സെബൈനിൽ പോയാൽ പ്രഗ്നൻസി ആകുമോ? ഹസ്ബൻഡിന് കുട്ടി ഉണ്ടാകില്ല എന്ന് വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. ഡോണർ സ്പെം എടുത്ത് ചെയ്യാനാണ്, ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ നോക്കാനാണ്. ആ ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ടോ? അഡോപ്ഷൻ നോക്കിയിട്ട് 12 വയസ്സുള്ള കുട്ടിയെയാണ് കിട്ടിയുള്ളൂ. ഇതൊരു കറക്റ്റാണ്. അഡോപ്ഷൻ നമുക്ക് ഈ ഏജിൽ കിട്ടത്തില്ല. ഈ ഏജിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഡോണർ എംബ്രിയോ ആണ്. കാര്യം ഹസ്ബൻഡിന് സ്പേംസും ഇല്ല, ഫീമെയിലാണെങ്കിൽ 52 വയസ്സുമായി. പ്രോബ്ലി ഓവുലേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു പ്രാവശ്യം IVF ചെയ്തതാണ്, 10 IUIയും ചെയ്തിരുന്നു, ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഉള്ള ഒരേ സൊല്യൂഷൻ ഡോണർ എംബ്രിയോ ട്രാൻസ്ഫർ, അതായത് 2 എഗ്ഗും സ്പേമും നമുക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് എടുത്തിട്ട് ആ എംബ്രിയോ എടുത്ത് നമുക്ക് പേഷ്യന്റ് യൂട്രസിൽ വെക്കാം. പേഷ്യന്റെ യൂട്രസിലേക്ക്, അതിനാണ് ഡോണർ എംബ്രിയോ ട്രാൻസ്ഫർ. അത് നല്ല റിസൾട്ട് ആയിരിക്കും. ഇങ്ങനത്തെ കപ്പിൾസിന് അത് മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. ഈ ഒരു ഏജ് അതേ പറ്റുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ഭാഗം പറ്റില്ലായിരിക്കും. കാര്യം അഡോപ്ഷൻ പറഞ്ഞ പോലെ അഡോപ്ഷൻ 2 പേരുടെ ഏജ് കൂട്ടുമ്പോൾ 85 കൂടുതലാണെങ്കിൽ കിട്ടത്തില്ല. പെട്ടെന്ന് വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നസീറയുടെ ആണ്. ഇത് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. ഒരു IVF കഴിഞ്ഞു, 4 വർഷമായി. അത് ഫെയിലായി. അതിനുശേഷം ഒരു ലാപ്രോസ്കോപ്പിയും കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു നോർമലായി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. ഇതുവരെ ഒന്നും ആയില്ല. ഇപ്പൊ 3 വർഷമായി ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്. ഇതുവരെയും എന്റെ പീരീഡ് കറക്റ്റ് ആയിരുന്നു. 2-3 പ്രാവശ്യം ബ്ലീഡിംഗ് ഉണ്ടായി. ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം പീരീഡ് ആവാൻ. ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്കിനി IVF ചെയ്താൽ വിജയിക്കുമോ? ഇനി എനിക്ക് തോന്നുന്നു ഐഡിയലി IVF ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹസ്ബൻഡിനും വൈഫിനും ഏജ് സെയിം ആണ്, 35 വയസ്സാണ്. 35 വലിയ വയസ്സ് പറയാൻ പറ്റില്ല, വലിയ വയസ്സ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യാം. ഏജ് കൂടുന്തോറും റിസൾട്ട് വളരെ മോശമാവും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ടിങ് അടിക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.
ബൈ.